3 പോയിന്റുകൾ, ഇടയ്ക്ക് കട്ട് ചെയ്യരുത്, അധികം സമയം എടുക്കില്ല. ഒന്നാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഗർഭമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ഓഡിയോയിൽ നിന്ന് എങ്ങനെയാണ് ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ ശ്രമിച്ചു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെല്ലാം തന്നെ കേൾപ്പിക്കുന്ന ഓഡിയോയിൽ അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതും ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ആനയും ആടും പോലെയല്ലേ, ആകാശവും ഭൂമിയും പോലെയല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് എന്നുള്ളതാണ് സത്യം. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് 3 വർഷം മുമ്പ്. എന്ത് അശ്ലീല മെസ്സേജാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച ഏതെങ്കിലും ഒരു മെസ്സേജിൽ എന്ത്, അതായത് പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിനപ്പുറം എന്ത് അശ്ലീല? ആടിനെ പട്ടിയാക്കാം, പട്ടിനെ ആടുവാക്കാം. ആടും ആനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലൊക്കെയാണെങ്കിൽ ഒരു രീതിയുണ്ട്. പാലം കടന്ന കിടക്കോളം നാരായണ, പാലം കടന്ന കൂരായാണ്. അത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്നു കഴിയുമ്പോൾ കാല് മാറിയാൽ ഇനി പഞ്ചാര അടിച്ചു, വെറും ഒരു പഞ്ചാര മാത്രമാണ്. പഞ്ചാര അധികമായാൽ എന്ത് സംഭവിക്കും? ഷുഗർ എന്തോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ പിടിക്കും. അത് ഷുഗർ ഒരുപാട് കഴിക്കുമ്പോഴാണ് നമുക്ക് മരണം വരെ സംഭവിക്കും. അത് തന്നെ പഞ്ചാര അടിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പിന്നെ മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പഴയ സന്മാർഗപാഠം, മോറൽ സയൻസ്, അതിനകത്തൊരു കഥയുണ്ട്. ഏതോ ഗ്രീക്ക് പുരാണ ദേവൻ, അതായത് പുരാണത്തിലെ ഒരു ദേവൻ്റെ മോനായിരുന്നു. പിറന്നാൾ സമ്മാനമായിട്ട് ഒരു മെഴുകുചിറക് കിട്ടി. പുള്ളി വെച്ചാൽ അതിങ്ങനെ പറന്നു ആദ്യം പക്ഷികളെ പിന്നിലാക്കി ആകാശം കീഴടന്ന് സൂര്യൻ്റെ അടുത്ത് പോകണമെന്ന് ആലോചിച്ചു. അങ്ങനെ മെഴുകുചിറകാണ് അവിടുത്തെ സമ്മാനം. ആ മെഴുകുചിറകം വെച്ചുകൊണ്ട് ഇങ്ങനെ പറന്ന് അത് സൂര്യൻ്റെ അടുത്ത് വല്ലാത്ത ദാഹമായി. മെഴുകുചിറകായിരുന്നല്ലോ, അപ്പോൾ ചൂട് കൂടി ഉരുകി പോയി കടലിലേക്കും കണ്ടു വീണു. പുള്ളി പടിയായി. അതുപോലെ തന്നെയാണ് പുള്ളിയുടെ സ്വപ്നം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഈ കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് ലീഡ് മുന്നിട്ട് നിന്നു. ഞാനും വിജയിച്ചു, ഇനി അടുത്ത് പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, പുള്ളി പ്രധാനമന്ത്രി വരെ കനവ് കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ അപ്പുറം ആവാൻ നോക്കിയപ്പോഴാണ് ഈ പണി ഇങ്ങനെ നിലത്ത് വീണിരിക്കുന്നത്. എന്നാലും നല്ല ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതൊരു വേറെ സത്യം. അല്ല, ഇത്രയും മുമ്പ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പല നേതാക്കൾ കോൺഗ്രസിന് പീഡനാരോപണം വിധേയരായിട്ടുണ്ട്. അന്നേരം ഒന്നും കാണാത്ത പ്രതിഷേധമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്. പിന്നെ ഒരു ഒറ്റുകാരൻ്റെ കാര്യം പറഞ്ഞത്, അതിലൊരു ഒറ്റുകാരൻ അവിടെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ടീമിൽ തന്നെ ഒരു ഒറ്റുകാരനുണ്ട്, അത് ഷുവറാണ്. എന്നിരുന്നാലും ഇനി പുള്ളി നിരപരാധിയായാലും അപരാധിയായാലും തെറ്റാണ്, അതങ്ങ് പറഞ്ഞാൽ മതി. സത്യം പല്ലി അടിച്ചു.